ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ 3-ാം തീയതി വയനാട്ടിൽ വരുന്നു എന്നുള്ള വാർത്ത കേട്ടു. സന്തോഷം. നാമനിർദ്ദേശ പത്രിക കൊടുക്കാനെങ്കിലും അദ്ദേഹത്തെ വയനാട്ടുകാർക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ഇന്ന് എല്ലാ പത്രങ്ങളിലും വന്ന ഒരു പ്രധാനപ്പെട്ട ഫോട്ടോ ദില്ലിയിലെ റാലിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ ഡി രാജയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. ഇന്ന് മലയാള പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും എല്ലാം വന്ന ഒരു പ്രധാന ചിത്രം അതാണ്. വയനാട്ടിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളായിട്ടുള്ള രണ്ടുപേരാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ ശ്രീമതി ആനി രാജയും. ആനി രാജയുടെ ഭർത്താവും CPIയുടെ ദേശീയ സെക്രട്ടറിയുമായിട്ടുള്ള ഡി രാജ ദില്ലിയിൽ മഹാറാലിയിൽ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ളത്. ദില്ലിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാവുന്നത്? ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന CPI എന്തിനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത്? വളരെ വിചിത്രമായൊരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. പരിഹാസ്യമായൊരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. ദില്ലിയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇന്ന് എല്ലാ പത്രങ്ങളിലും വയനാട്ടുകാർ കണ്ടിരിക്കുകയാണ്. അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കാമെങ്കിൽ എന്തിനാണ് ഇവിടെ പരസ്പരം മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് വയനാട്ടിലെ വോട്ടർമാർ ഉന്നയിക്കുന്നത്. ഈ പരിഹാസ്യമായ നിലപാട് IND സഖ്യത്തിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് അവർ കൈക്കൊള്ളുന്നത്. വയനാട്ടിലെ വോട്ടർമാർ തീർച്ചയായിട്ടും ഇത് തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുന്ന രാഹുൽജിയോട് ലളിതമായ ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 20% വോട്ടർമാർ പട്ടികവർഗത്തിൽ നിന്നുള്ളവരാണ്. പട്ടികവർഗ വോട്ടർമാർ 20%-ലധികം ഉള്ള മണ്ഡലത്തിൽ മത്സരിച്ച MP ആയ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ആദ്യമായൊരു പട്ടികവർഗ വനിത രാഷ്ട്രപതി ആവുമ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിച്ചത്? സ്വന്തം മണ്ഡലമായിട്ടുള്ള വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 20%-ലേറെ പട്ടികവർഗ വോട്ടർമാരുള്ളപ്പോൾ അവരുടെ വലിയ പിന്തുണയോടുകൂടി അധികാരത്തിൽ ജയിച്ച ലോക്സഭാംഗമായ രാഹുൽ ഗാന്ധി ഒരു പട്ടികവർഗ വനിതയ്ക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയാവാനുള്ള അവസരം ആദ്യമായി ലഭിച്ചപ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനെതിരായ നിലപാട് സ്വീകരിച്ചു? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അതിനെതിരായി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു? എന്തുകൊണ്ടാണ് ഒരു പട്ടികവർഗക്കാരി ഇന്ത്യയുടെ രാഷ്ട്രപതിയാവുന്നതിൽ രാഹുൽ ഗാന്ധി എതിർപ്പ് പ്രകടിപ്പിച്ചു? രാഷ്ട്രപതി ആയതിനു ശേഷം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും നിരവധി തവണ അവരെ പരിഹസിച്ചു. നമ്മുടെ ആദരണീയ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിനെ പരിഹസിച്ചു, ആക്ഷേപിച്ചു, കളിയാക്കി, സാമൂഹ്യ മാധ്യമങ്ങളിലും കൂടെ കളിയാക്കി, നേരിട്ട് പരിഹസിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മണ്ഡലത്തിലെ 1/5 വരുന്ന വോട്ടർമാരോട് ഏത് തരത്തിലുള്ള നിലപാടാണുള്ളത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. പട്ടികവർഗക്കാർ 20% വരുന്ന 1/5 വരുന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് അവരുടെ പിന്തുണയോടുകൂടി ജയിച്ചു പോയ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രപതിയായിട്ട്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായിട്ടുള്ള രാഷ്ട്രപതിയായിട്ടൊരു പട്ടികവർഗ വനിത വരുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്കെതിരായ നിലപാട് സ്വീകരിച്ചത്? രാഹുൽ ഗാന്ധി ഇത് വയനാട്ടിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം.